ഹലോ. ഇന്ന് ഒരു കയ്പ്പയ്ക്ക വെച്ചിട്ടൊരു പാലക്കാടൻ പുളി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ കയ്പ്പ് തീരെ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം, എന്നാലേ അറിയുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടോളൂ. ഇങ്ങനെയാണ് കയ്പ്പയ്ക്ക കേട്ടോ, കട്ട് ചെയ്തേക്കണം. വെള്ള കയ്പ്പയ്ക്കയാണ്, ഏത് വേണ്ടെന്ന് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഒരുപാട് ഘനം കുറഞ്ഞിട്ടുമല്ല, എന്നാൽ ഒരുപാട് കട്ടിയിലുമല്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇത് മുറിച്ചിരിക്കുന്നത്. ഇതിനെ ഞാൻ ഈ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ആദ്യം ഈ കയ്പ്പയ്ക്ക ഇടാൻ പോകണം. ഇപ്പോൾ ഈ പാൻ നന്നായി ഒന്ന് ചൂടായി. ഇപ്പോൾ ഞാൻ ഈ കയ്പ്പയ്ക്ക ഇങ്ങനെ ഇതിലിടുകയാണ്. ഇതിപ്പോൾ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. എന്നിട്ട് ആദ്യം ഒന്ന് വെള്ളം ഒന്ന് വെടിഞ്ഞ് വരട്ടെ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതൊന്നിങ്ങനെ നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിതിനിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യണം. ആയിക്കോളൂ. ഇപ്പോൾ ഇതിങ്ങനെ ഇളക്കി. ഇപ്പം ഞാനിതിൻ്റെ കൂടെ നിങ്ങൾക്ക് വലിയ ഉള്ളി ഒന്നിനെ ചേർക്കാം, ഞാൻ ചെറിയ ഉള്ളിയെ ചേർക്കണം. ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാനിതിലേക്ക് ഉള്ളി ചേർത്തു. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടില്ല. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും. ഇപ്പോൾ ഇത് ഒരു ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റായി ഞാനിതിലിങ്ങനെ നന്നായി ഡ്രൈയിൽ വറക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ എണ്ണയിലൊന്ന് കിടന്ന് നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ എൻ്റെ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് അത് ഒഴിച്ചു മാത്രം കേട്ടോ. എന്ത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയട്ടെ കേട്ടോ. എന്നിട്ട് ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും. ഇപ്പോൾ ഇതിങ്ങനെ നല്ലൊരു ബ്രൗണറായിക്കൊണ്ട് വരികയാണ്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാൻ പോകുന്നു കേട്ടോ. ഈ കയ്പ്പയ്ക്ക കറിയിൽ നിങ്ങൾക്ക് ഒരു കയ്പ്പും അതുകൊണ്ട് തോന്നില്ല. ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ല ഹൈ ഹീറ്റിലാട്ടോ ഞാനിത് ഫ്രൈ ചെയ്യണത്. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ബന്ധമായി ആവണം. അതിനാണ് ഞാൻ ഹൈ ഹീറ്റിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഇപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ കയ്പ്പയ്ക്ക നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അപ്പോൾ ഞാൻ എന്താ ആഡ് ചെയ്യുന്നറിയോ? ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ, നാരങ്ങയുടെ അത്രയില്ല, കുറച്ച് പുളി. ഇപ്പോൾ പുളി ഒഴിക്കുകയാണ് കണ്ടോളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഇനി ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ. കുറച്ച് തിളച്ചൊന്ന് വേവണം. എല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണാം ഞാൻ ഒരുപാട് നൈസായിട്ടല്ല കയ്പ്പയ്ക്ക മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് അതിൽ കിടന്നിട്ടൊന്ന് വേവണം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മഞ്ഞളും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ മിക്സിയിലേക്ക് ഒരു 5 ചുവന്ന മുളകും കുറച്ച് തേങ്ങയും ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പോയി കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ അരച്ചത്. മുളകും തേങ്ങയും കൂടെ അരച്ചത് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു പ്രാവശ്യം തിള വന്നാൽ മതി. കൂടുതലായിട്ട് അങ്ങനെ തിളപ്പിക്കാൻ പാടില്ല. ഈ സമയത്ത് ഞാൻ എൻ്റെ കറിയിൽ ഉപ്പ് മതിയൊന്നും കൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. എരിവ് അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിതിലേക്ക് 4 മുളകാണ് ചേർത്തിരിക്കുന്നത്. വലിയ എരിവുള്ള മുളകൊന്നും അല്ല ഇത്. അപ്പോൾ പാകത്തിലെ എരിവുള്ളൂ. പിന്നെ ഇങ്ങനെ കയ്പ്പയ്ക്ക കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഞാൻ എഴുതി തരാം. ഒരു കയ്പ്പ് കൂടി ഈ കയ്പ്പയ്ക്കയ്ക്കില്ല. എന്താ അറിയോ? അതിൻ്റെ കൂടെ ഉള്ളി ചേരുന്നുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മളത് നന്നായി വതക്കാന്ന് പറഞ്ഞാൽ ഏകദേശം ഫ്രൈ ആയ മാതിരിയാണെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ കയ്പ്പയ്ക്ക കറിക്ക് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും. കുറച്ച് നേരം അത് ഫ്രൈ ചെയ്യണം എന്നുള്ളൊരു ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ഡ്രൈ ആക്കുക. അതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ടൊന്ന് നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഇത് ചെറിയൊരു തള വന്നു. ഞാനിതിനെ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ഓഫ് ചെയ്തിട്ടില്ല.
ഞാനൊന്ന് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇപ്പം ഞാൻ കറി ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിലേക്കൊന്ന് വറുത്തിടണം. അതെന്തൊക്കെയാണ് വറുത്തിടണമെന്ന് കാണിക്കാം. ഇപ്പം ഞാൻ കടുക് കൂടി വറുത്തിടുകയാണ് കേട്ടോ. കറിവേപ്പില, കടുക്, മുളക്. എന്നിട്ട് ഇതൊന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറിയിലേക്ക് ഒഴിക്കട്ടെ. ഇപ്പം എൻ്റെ കയ്പ്പയ്ക്ക കറി റെഡിയായി. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അങ്ങേയറ്റത്തെ ടേസ്റ്റാണ്. കയ്പ്പയ്ക്ക തീരെ കശപ്പില്ല. ഇതാണ് പാലക്കാടൻ കയ്പ്പയ്ക്ക പുളി. 2 വിധത്തിൽ കയ്പ്പയ്ക്ക പുളി ഉണ്ടാക്കാറുണ്ട്. ഇനി വേറൊരു വിധമുണ്ട്, അത് ഇനിയൊരു ദിവസം കാണിക്കാം. അതിൽ കുറച്ച് മല്ലി, ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ പുളി ഉണ്ടാക്കുമല്ലോ, മസാലപ്പുളി. ഇത് വെറും കയ്പ്പയ്ക്ക പുളിയാണ് കേട്ടോ, തേങ്ങ അരച്ച കയ്പ്പയ്ക്ക പുളി. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതി ടേസ്റ്റാണ്. പിന്നെ ചിലവരിതിൽ മധുരം ഇടും. ഞാൻ പറഞ്ഞുതരാം, ഞാൻ മധുരം ഇടില്ല. മധുരം ഇടാണ്ടാണ് നല്ലത്. ശർക്കര പീസൊക്കെ ചേർക്കണം, വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. പക്ഷേ ഇതിൽ തീരെയും കയ്പില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കറി അതി ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. ഇനി ഞാനിതെൻ്റെ പാനിലാക്കട്ടെ.